ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെ പ്രചോദിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോളിന്റെ നിലവാരത്തെ വളരെയധികം മുകളിലോട്ട് ഉയർത്താനായിരിക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സി ഇന്ത്യയിലെത്തി, അല്ലെങ്കിൽ മെസ്സിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് മെസ്സിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കുകയുണ്ടായി. അതിനായിട്ട് ചിലവാക്കിയ തുകയുടെ കാര്യം കേൾക്കുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. 150 കോടിയോളം രൂപയാണ് അതിനായിട്ട് ചിലവാക്കിയിരിക്കുന്നത്. ശരിയാണ്, മെസ്സിനെ പോലെ വലിയൊരു കളിക്കാരൻ അല്ലെങ്കിൽ വലിയൊരു വ്യക്തി ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ ചിലവുകളുണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുനിൽ ഛേത്രി എന്നുള്ള വ്യക്തി ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു. നമ്മളത് കാണുകയുണ്ടായി. കാരണം ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ മെസ്സിയുടെ അടുത്ത് വന്ന് നിന്ന് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേര് എഴുതിയ ജേഴ്സിയാണ് മെസ്സിക്ക് കൈമാറുന്നത്. അതേസമയം സുനിൽ ഛേത്രി അവിടെ വന്നു നിന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം, മെസ്സിയുടെ ജേഴ്സി അല്ലെങ്കിൽ അർജന്റീനയുടെ ജേഴ്സിയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, അല്ലെങ്കിൽ സുനിൽ ഛേത്രിക്ക് കൈമാറിയതെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ CK വിനോദ് എന്ന് പറഞ്ഞ വലിയൊരു കളിക്കാരൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സമയത്ത് വളരെയധികം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം അത്രത്തോളമാണ് നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് മറ്റൊരു രാജ്യത്ത് വലിയൊരു കളിക്കാരൻ അല്ലെങ്കിൽ ഇതേ ഫുട്ബോൾ കളിക്കാരനെ നമ്മുടെ രാജ്യത്തിലോട്ട് എത്തിക്കുമ്പോൾ വളരെയധികം ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.